നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ എങ്ങനെയാണ് അഴിമതി നടത്തിയത് എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് മാസപ്പടി കേസിലെ രേഖകൾ. ആ രേഖകളിലെ സുപ്രധാനമായ പലതും കഴിഞ്ഞ പല ദിവസങ്ങളിലായി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുവരെ പുറത്തു വരാത്ത മാസപ്പടി ഡയറിയിലെ 26 പേജുകൾ ഞങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തുവിടുകയും അതേക്കുറിച്ച് ഇന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കുറച്ചുകൂടി വിശദീകരണം നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വീണ വിജയൻ എങ്ങനെ തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ്. കേരള തീരത്തെ കരിമണൽ മോഷ്ടിച്ചെടുത്തോ നിയമവിരുദ്ധമായി സ്വന്തമാക്കിയോ അതിൽ നിന്നും സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കി ശതകോടികൾ ഉണ്ടാക്കിയ ശശിധരൻ കർത്തയുടെ CMRL കമ്പനി എങ്ങനെയാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത്? ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്കും മതനേതാക്കൾക്കും കൈക്കൂലി കൊടുത്തത്? അതിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എന്ത് റോളാണ് എന്ന് അക്കമിട്ട് നിരത്തുന്ന സുപ്രധാനമായ രേഖ. CMRLന്റെ പ്രധാന ഉടമ ശശിധരൻ കർത്തയെയും മകനെയും ആ കമ്പനിയിലെ പ്രധാനപ്പെട്ട ജീവനക്കാരെയും വീണ വിജയനെയും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയിലെ ജീവനക്കാരെയും ഒക്കെ ചോദ്യം ചെയ്ത് എല്ലാ രേഖകളും പരിശോധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തയ്യാറാക്കിയ 216 പേജുള്ള ആ അന്വേഷണ റിപ്പോർട്ടാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എറണാകുളത്തെ പ്രത്യേക കോടതിയുടെ കൈവശമാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് വീണ വിജയൻ തട്ടിപ്പ് നടത്തിയത്, എങ്ങനെയാണ് CMRL കമ്പനി തട്ടിപ്പ് നടത്തിയത് എന്ന്. 216 പേജുള്ള ആ റിപ്പോർട്ട് പൂർണ്ണമായും വിശദീകരിക്കുക പ്രയാസമാണെങ്കിലും ഞങ്ങളതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുകയാണ്. CMRL കമ്പനിയും അതിൻ്റെ ചെയർമാനായ ശശിധരൻ കർത്തയും മകനും മരുമകനും ആ കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റും എക്സാലോജി കമ്പനിയും അതിൻ്റെ ഉടമയായ വീണ വിജയനുമടക്കം 12 പേരെയാണ് SFIO പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജി കമ്പനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2014 1 ലക്ഷം രൂപ മൂലധനവുമായി തുടങ്ങിയ കമ്പനി 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പലതരത്തിൽ വരുമാനമുണ്ടാക്കിയെങ്കിലും പ്രധാന വരുമാന സ്രോതസ് CMRL ആയിരുന്നു. 2021 ആ കമ്പനിക്ക് 66 ലക്ഷം രൂപ നഷ്ടമാണ്. ആകെ ടേൺ ഓവർ 5 ലക്ഷം മാത്രമാണ്. എന്നാൽ ആ കമ്പനി 2.78 കോടി നിയമവിരുദ്ധമായി മാസപ്പടിയായി CMRL നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം വീണ വിജയന് എല്ലാ മാസവും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക്കിന് എല്ലാ മാസവും കൊടുത്തത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. കൂടാതെ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന ശശിധരൻ കർത്തയും ഭാര്യയും ഉടമസ്ഥരായിരിക്കുന്ന കമ്പനി 25 ലക്ഷം രൂപ 12% പലിശയ്ക്ക് വീണയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ മുതലോ പലിശയോ തിരിച്ചടച്ചില്ല. 06/08/2015 25 ലക്ഷം കൊടുത്തപ്പോൾ 01/08 2016 തിരിച്ചടവ് തുടങ്ങേണ്ടതാണ്. 1 രൂപ പോലും തിരിച്ചടയ്ക്കാതെ 29/08 2016 വീണ്ടും 25 ലക്ഷം രൂപ കൂടി കൊടുത്തു. അങ്ങനെ ആകെ 50 ലക്ഷം രൂപ. ആകപ്പാടെ തിരിച്ചടച്ചത് 13/11/16 5 ലക്ഷം മാത്രം. ഈ കമ്പനി ആകപ്പാട് 139 കോടി രൂപ മാസപ്പടിയായി കൊടുത്തതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ 43 കോടി രൂപ നിയമവിരുദ്ധമായി ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് എന്ന നിലയിൽ എഴുതിയെടുത്തതുൾപ്പെട്ട് 182 കോടി രൂപ അഴിമതിക്കായി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇൻമെഗ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയറിന് രൂപം കൊടുക്കുന്നു. ഇൻമെഗ് എന്ന് പറയുന്നത് കോളേജുകളിലെയും സ്കൂളുകളിലെയും സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഏതെങ്കിലും ഒരു സ്കൂളിനെ അല്ലെങ്കിൽ കോളേജിനെ NOC വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സ്കൂളിനോടും കോളേജിനോടും ഇൻമെഗ് എന്ന സോഫ്റ്റ്വെയർ വീണയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങാൻ പറയും. ഈ കമ്പനി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കൊള്ളില്ല. പക്ഷേ അത് IT സൊല്യൂഷൻസ് എന്ന പേരിൽ ഇവരൊക്കെ പണം കൊടുക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ. വീണ വിജയന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള എക്സാലോജിക്കിന്റെ എല്ലാ മെയിലുകളും പരിശോധിച്ചെന്നും ആ മെയിലിൽ നിന്നും CMRLുമായി കത്തിടപാടുകൾ ഉണ്ടെന്നും എന്നാൽ വർക്ക് ഓർഡർ പോലും ഇല്ലെന്നും ഇൻവോയ്സും പേയ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നും എന്തുതരം വർക്കാണ് നടത്തിയത് എന്നതിലില്ല എന്നും എഴുതി വച്ചിരിക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പല കോളേജുകളുമായുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യവും സോഫ്റ്റ്വെയർ കൊടുത്ത കാര്യവും എന്നാൽ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാത്ത കാര്യവും പറയുന്നുണ്ടെങ്കിലും ഈ കേസിന്റെ പരിധിയിൽപ്പെടാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. വീണയെ പലതവണ ചോദ്യം ചെയ്തെന്നും വീണയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്നും സോഫ്റ്റ്വെയറിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും വീണ തന്നെ സമ്മതിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയറും കൊടുത്തില്ല എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ വിശദമായി തന്നെ വീണ വിജയൻ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് അക്കമിട്ട് നടത്തുകയാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ കൂടുതലായും പറയുന്നത് CMRL എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്ത് തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നാണ്. വളരെ വിചിത്രമായ സംഗതി, മാസപ്പടി കൊടുക്കാനുള്ള തുകയൊക്കെ ഇയാളെ കമ്പനിയിൽ നിന്നും പിൻവലിക്കായിരുന്നു എന്നതാണ്.
കമ്പനി മനുഷ്യരെ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഉടമസ്ഥരായിരിക്കുന്നവർക്ക് തോന്നിയതുപോലെ ഒരു ഇടപാട് നടത്താൻ പറ്റില്ല. കമ്പനിയിൽ നിന്നും ഒരു പണം പിൻവലിച്ചാൽ കമ്പനിയുടെ ആവശ്യത്തിനായിരിക്കണം. അത് കൃത്യമായി ഇൻവോയ്സ് സഹിതം ബില്ല് സഹിതം രേഖപ്പെടുത്തി വെക്കണം. എന്നാൽ ശശിധരൻ കർത്ത ആർക്കെങ്കിലും കമ്മീഷൻ കൊടുക്കണമെങ്കിൽ, ആർക്കെങ്കിലും മാസപ്പടി കൊടുക്കണമെങ്കിൽ അന്ന് തന്നെ കമ്പനിയിൽ നിന്നും അത്രയും രൂപ പിൻവലിക്കും. എന്നിട്ട് ഈ പണം ഈ രാഷ്ട്രീയക്കാരന് കൊടുക്കും. എന്നിട്ട് എഴുതി വയ്ക്കും. 50 ലക്ഷവും 1 കോടിയും ഒക്കെ പിൻവലിക്കുന്നു. അപ്പോൾ തന്നെ രാഷ്ട്രീയക്കാരന് കൊടുക്കുന്നു, ഡയറിയിൽ എഴുതി വെക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് എളുപ്പമായിരുന്നു. അവർ CMRL കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കും. ഒരു 50 ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപ ആർക്ക് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡയറിയിൽ. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒറിജിനലി തട്ടിപ്പ് നടത്തി കൊടുത്തതാണെന്ന് വ്യക്തമാവുന്നു. എന്നിട്ട് ഇതെല്ലാം എന്തെങ്കിലും എക്സ്പെൻസായി എഴുതി വയ്ക്കും. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ 300 കോടിയോളം രൂപ ശശിധരൻ കർത്ത കമ്പനിയിൽ നിന്ന് എടുത്ത് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു. സകല രാഷ്ട്രീയക്കാർക്കും സകല മത നേതാക്കൾക്കും, വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും പോലും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. പല മതസംഘടനകളും കൈപ്പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് കരിമണൽ കർത്ത കൈക്കൂലി കൊടുത്ത് സമൂഹത്തെ കൺട്രോൾ ചെയ്തത് എന്ന് തെളിയിക്കുമ്പോൾ തന്നെ അക്കൗണ്ടിങ്ങിലെ എല്ലാ തെളിവുകളും കർത്തയ്ക്കെതിരാവുന്നു. അതിന് ഭാഗമായാണ് പിണറായി വിജയന്റെ മകൾക്ക് ഒന്നും ചെയ്യാതെ ഈ പണം കൊടുത്തത്. വീണ വിജയന് ഈ പണം കൊടുത്തതിന് പ്രതിഫലമായി കമ്പനിക്ക് എന്ത് കിട്ടി എന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതിന് വിശദാംശങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിടുന്നതാണ്. പിണറായി വിജയന് പലതവണ ഡയറിയിൽ എഴുതി 50 ലക്ഷവും 1 കോടിയും വീതം കൊടുത്തപ്പോൾ എത്ര കോടിയാണ് പകരമായി കരിമണൽ കർത്തയ്ക്ക് ലഭിച്ചത് എന്നതിന്റെ തെളിവുകൾ നാളെ പുറത്തുവിടാം. SFIO കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന 216 പേജുള്ളതിൽ 54 മുതൽ 60 വരെയുള്ള പേജുകൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സമ്മറിയിൽ CMRL കുറിച്ചും ഓരോ വ്യക്തികളെ കുറിച്ചും വിശദമായി പറയുന്നു. അങ്ങനെ CMRL എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയതാണ് എന്നാണ് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ 16 ഖണ്ഡികയിലും പറയുന്നത്. 17ാമത്തെ ഖണ്ഡികയിലേക്ക് എത്തുക. അത് ജെമിനിയിലിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷൻ അത് മുതലുള്ളത് വായിച്ച് കേൾപ്പിക്കാം. എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഏക വ്യക്തി കമ്പനി ഫൈനാൻഷ്യൽ 2014-15 1 ലക്ഷം രൂപ പെയ്ഡപ്പ് മൂലധനത്തോടെ സ്ഥാപിതമായി. 2021-22 പ്രകാരം കമ്പനി ദുർബലമായ സാമ്പത്തിക സ്ഥിതി പ്രകടിപ്പിച്ചു. -66 ലക്ഷം രൂപയുടെ നെഗറ്റീവ് ആസ്തി മൂല്യം, 5 ലക്ഷം രൂപയുടെ തുച്ഛമായ വിറ്റുവരവും. എക്സാലോജിക്കിന്റെ പ്രധാന സോഫ്റ്റ്വെയർ ഉൽപ്പന്നമായ ഇൻമഗ് ഒരു സ്കൂൾ കോളേജ് മാനേജ്മെന്റ് സൊല്യൂഷൻ ആയിരുന്നു. എന്നിരുന്നാലും എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് CMRLുമായുള്ള കരാറുകളിൽ നിന്നായിരുന്നു. പ്രത്യേകിച്ച് 2017-18 18-19 ഇത് എക്സാലോജിക്കിന്റെ വരുമാനത്തിന് വലിയ സംഭാവന നൽകി. 18 സാമ്പത്തികമായി എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജിക്കിന്റെ ബന്ധം നിർണായകമായിരുന്നു. CMRLന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത നടത്തുന്ന EICPL എക്സാലോജിക്കിന് മൊത്തം 50 ലക്ഷം രൂപ വായ്പ നൽകി. എക്സാലോജിക്ക് കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടും. കൂടാതെ CMRL ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് മുഖേന എക്സാലോജിക്കിനെ ഏർപ്പെടുത്തി. പ്രതിമാസം 3 ലക്ഷം രൂപ നൽകി. ഇത് എക്സാലോജിക്കിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി. മറ്റൊരു പ്രധാന ബന്ധം വീണ ടിയുമായിട്ടായിരുന്നു. അവരെയും CMRL ഒരു IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് പ്രതിമാസം 5 ലക്ഷം രൂപ വീതം റീറ്റെയിനറോടെ നിയമിച്ചു. ഈ പദവിയിൽ നിന്നും അവർ ഗണ്യമായ വരുമാനം നേടി. CMRL ആയിരുന്നു എക്സാലോജിക്കിന്റെ ഏറ്റവും വലിയ ക്ലയന്റ് എന്നും വീണ ടി മിക്കവാറും പൂർണ്ണമായും CMRL നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചിരുന്നുവെന്നും സാമ്പത്തിക രേഖകൾ വെളിപ്പെടുത്തുന്നു. 19 എക്സാലോജിക് CMRLന് യഥാർത്ഥത്തിൽ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. എക്സാലോജിക് ജീവനക്കാർ, CMRLന്റെ IT മേധാവി, വീണ ടി തന്നെ എന്നിവരുടെ മൊഴികൾ ഇത് സ്ഥിരീകരിച്ചു. ഏതെങ്കിലും വികസന അല്ലെങ്കിൽ കൺസൾട്ടൻസി പ്രവർത്തനത്തിന്റെ അഭാവം എക്സാലോജിക്കിനും വീണ ടിക്കും നൽകിയ പേയ്മെന്റുകൾ വ്യാജമാണെന്നും യാതൊരുവിധ ഡെലിവറിബിളുകളോ പ്രവൃത്തി ഫലങ്ങളോ നൽകിയിട്ടില്ലെന്നും സ്ഥിരീകരിക്കുന്നു. നേരെ മറിച്ച് പിന്നീട് സമാനമായ IT പഠനത്തിനായി നിയമിച്ച ATNA ടെക്നോളജീസ് ഗണ്യമായി കുറഞ്ഞ ചെലവിൽ ഘടനാപരമായ ഫലങ്ങൾ നൽകി. ഇത് എക്സാലോജിക്കിനും വീണയ്ക്കും നൽകിയ പേയ്മെന്റുകൾക്കും ന്യായീകരണമില്ലെന്ന് അടിവരയിടുന്നു. 20 CMRL MD ശശിധരൻ കർത്തയും വീണ ടിയും ചേർന്ന് CMRLന് 2.78 കോടി രൂപ ചോർത്താൻ ഒത്തുകളിച്ചതായി കൂടുതൽ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഒരിക്കലും നൽകാത്ത സേവനങ്ങൾക്കുള്ള IT കൺസൾട്ടൻസി ഫീസായി ഈ പേയ്മെന്റുകൾ തെറ്റായി ചിത്രീകരിച്ചു. CMRL എക്സാലോജിക്ക് നൽകിയ ഫണ്ടുകൾ മിക്കവാറും വഴിതിരിച്ചു വിട്ടിരുന്നു. എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള എക്സാലോജിക്കിന്റെ കടങ്ങൾ വീട്ടാനായിരുന്നു ഈ വഴിതിരിച്ചുവിടൽ. ഫലത്തിൽ 50 ലക്ഷം രൂപ ഒരു ബാധ്യത സ്വകാര്യ ELCPയിൽ നിന്ന് പൊതു ഉടമസ്ഥയുള്ള CMRLിലേക്ക് കൈമാറി. ഇത് CMRL സാമ്പത്തിക നഷ്ടം വരുത്തി. ഇത് മലയാളം ട്രാൻസ്ലേഷൻ കുഴപ്പമാണ്. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അടിവരയിട്ട് പറയുന്ന സമ്മറിയുടെ കുറേ ഭാഗങ്ങൾ വായിച്ചതാണ്. എന്തായാലും നിരവധി രേഖകൾ ഈ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം കൊടുത്തിട്ടുണ്ട്. വീണ വിജയന്റെ ഇമെയിലുകളും വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ അവർ കൊടുത്ത മൊഴികളുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിണറായി വിജയൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നും CPMനെയോ പിണറായിയോ പാർട്ടിയോ അല്ല, പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി CMRL ഇവർക്ക് കോടികൾ കൊടുത്തു എന്നും ഇത് തെളിയിക്കുന്നു. CMRL മാത്രമല്ല, മുഖ്യമന്ത്രി ഓഫീസിന്റെ ഇടപെടലിനെ തുടർന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് ഈ അന്വേഷണ പരിധിയിൽപ്പെട്ടിട്ടില്ല. കാരണം SFIO അന്വേഷിച്ചത് CMRLന്റെ സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ്. ഇത് മറ്റൊരു അന്വേഷണത്തോടെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഏതെല്ലാം കമ്പനികൾ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ട്? ആ പണത്തിൻ്റെ പേരിൽ അവർ എന്ത് സർവീസ് കൊടുത്തു? ഈ സ്ഥാപനങ്ങൾക്കൊക്കെ സർക്കാർ സഹായം ഏതെങ്കിലും തരത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരാൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തയ്യാറാവണം.